ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. ചോറിന് പറ്റിയൊരു ചമ്മന്തിയാണ്. എരിവും പുളിയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ചമ്മന്തി. നമ്മളിത് ചുട്ടരച്ചുണ്ടാക്കുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ചോറിൻ്റെ ഒപ്പം വേറെ ഒരു കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്തോരം ചോറ് വേണമെങ്കിൽ നമ്മൾ ഉണ്ണും. പൊതുവേ നമുക്ക് എല്ലാവർക്കും ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ അതേപോലെ മക്കൾക്ക് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടാൻ, സൈഡായിട്ട് കൊടുത്തുവിടാൻ പറ്റിയൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് എന്താ പറയുക, ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, ഇപ്പം ഞാൻ മുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വേണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക കേട്ടോ. അപ്പം ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കരുത് കേട്ടോ. എന്താ പറയുക, ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണതാണ്, ചൂടണതാണല്ലോ. നമ്മൾ പണ്ടൊക്കെ ഇതിലൊക്കെ ഇട്ടിട്ട് ചൂട്, നമുക്കിപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അളവ് ഞാൻ പറഞ്ഞ പോലെ നാളികേരത്തിന് എടുക്കണ അളവ് അനുസരിച്ച് കൂട്ടുക കേട്ടോ. മുളക് ഞാൻ ഇപ്പോൾ കുറച്ച് അധികം നാളികേരം എടുക്കണ കാരണമാണ് വറ്റൽമുളക് ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം കുറച്ച് എടുക്കണമല്ലോ എന്ന് വെച്ചാൽ വറ്റൽമുളകിൻ്റെ അളവും കുറയ്ക്കട്ടെ. ഇങ്ങനെ പുറത്ത് ഒരു കറുപ്പ് നിറം വരണം. പിന്നെ ഉള്ളി, ഇഞ്ചി വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. പിന്നെ കറിവേപ്പില, പുളി, ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം ഒന്ന് ഇങ്ങനെ നാളികേരം കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നാളികേരം ഞാനൊരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതി ഫുള്ളും എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വറ്റൽമുളക് ഞാൻ കൂടുതൽ ആഡ് ചെയ്ത്. പിന്നെ നല്ല കളറ് നമ്മുടെ ചമ്മന്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്താൽ ഒരു വേറെ കളറാവും. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്തായാലും ആഡ് ചെയ്യണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ചമ്മന്തിക്ക്. ഇപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതാക്കിയിട്ട് അരച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറും. ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ നാളികേരത്തിൻ്റെ അളവ് ഇത്ര അധികം നാളികേരം എടുക്കണില്ലെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കുറയ്ക്കുക. അപ്പോൾ ചമ്മന്തി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ചൊടി വേണമെന്ന് പറയല്ലേ, ചോറിനൊക്കെ ഒരു ചൊടി. അപ്പോൾ ഇത്തിരി എരിവ് ഉണ്ടാവും ചെയ്യണം. പുളി അത്ര അധികം വേണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അടുത്തൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.